അയ്യോ വണക്കം. എന്തിനാണ് 30 MLA? 30ൻ്റെ പവറുള്ള 3 MLA മാത്രം മതി എന്ന് BJP ഇന്ന് നിയമസഭയിൽ തെളിയിച്ചിരിക്കുകയാണ്. വി മുരളീധരൻ്റെ പ്രസംഗം അത്തരത്തിലൊരു പ്രസംഗമായിരുന്നു. സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ഭാരതാംബയുടെ പൂജിക്കുന്നത് ഞങ്ങൾ എതിർക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരത് എന്നും എതിർത്തുള്ളതാണ് സാർ. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ എതിർത്തവരാണ് ഇവര്. സുഭാഷ് ചന്ദ്രബോസിനെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിന്ന് വിളിച്ചവരാണിവർ. അതുകൊണ്ട് ഭാരതാംബയും ഭാരത് മാതാവും RSSകാരുടെ സൃഷ്ടിയല്ല. ഭാരതാംബയും ഭാരത് മാതാവും അപരീന്ദ്രനാഥ ടാഗോറിന്റെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരത്തെ, ആ വന്ദേ മാതരം RSS കൊണ്ടുവന്നതല്ല. ബങ്കിം ചന്ദ്ര ചാറ്റർജി ബ്രിട്ടീഷ് സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അന്ന് കൊണ്ടുവന്നതാണ്. അതിനെ എതിർക്കുന്നവർ ആ നിലപാട് ഇപ്പോഴ് രാജ്യത്തിന്റെ മൂലയിൽ മാത്രം ഒതുങ്ങുമ്പോഴും ആ നിലപാട് മാറുന്നില്ലെങ്കിൽ നാളെ ഇവരെ തൂത്തുകൂട്ടി വലിച്ചെറിയും. ഈ രാജ്യത്തെ മുന്നറിയിപ്പ് കൂടി നൽകാൻ ഞാൻ അവസരത്തിൽ ആഗ്രഹിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലി നമുക്കെല്ലാം അറിയാം. ആള് വിദേശിയാണ്. വിദേശത്തു നിന്ന് പല രാജ്യങ്ങളിലേക്കും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം നുഴഞ്ഞു കയറുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഇക്വാലിറ്റി, അതായത് എല്ലാവർക്കും സമത്വം എന്നുള്ള ഒരു അടിപൊളി ആശയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാവരുടെ മുമ്പിലും ഈ മുട്ടായി കടലാസിൽ പൊതിഞ്ഞു വയ്ക്കുന്നത്. അത് തുറന്നു കഴിഞ്ഞാൽ നല്ലപോലെ നുണയാം, മധുരമായിരിക്കും എന്ന് പല ആൾക്കാരും വിചാരിക്കും. പക്ഷെ നുണഞ്ഞു തുടങ്ങുമ്പോഴാണ് ഇതിൽ അപകടം മനസ്സിലാവുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ പിള്ളേരൊക്കെ ഈ കൂതറ പാർട്ടിയെയും ഈ അഴുക്കുമുട്ട പ്രസ്ഥാനത്തിനെയൊക്കെ എടുത്ത് ഉടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ല, ടെക്നോളജിയും സോഷ്യൽ മീഡിയയും CCTV ക്യാമറകളുമൊക്കെ എന്നും ഇവരുടെ വർഗ്ഗശത്രുക്കളായിരുന്നല്ലോ. എന്ത് തന്നെയായിരുന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഇൻസ്റ്റാഗ്രാമിലെ പിള്ളേർ പറയുന്നത് ഇക്വാലിറ്റിയൊക്കെ ഓക്കെയാണ്. അത് നമ്മൾ സമ്മതിച്ചു. ഓക്കെ, ഇക്വാലിറ്റി ഓക്കെ. ഇക്വാലിറ്റി അങ്ങനെയാണെങ്കിൽ, അതായത് ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ കാണും, പഠിക്കാത്ത പിള്ളേർ കാണും, ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന പിള്ളേർ കാണും, ഇങ്ങനെയുള്ള സകല പിള്ളേർ കാണും. അപ്പോൾ ഇവർക്കൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് മാർക്ക് കൂടുതൽ മേടിക്കുന്നതും പഠിക്കാത്ത കുട്ടിക്ക് മാർക്ക് കുറച്ച് കിട്ടുന്നതും അത് അവരവരുടെ കഴിവിൻ്റെ ഒരു അവലോകനമാണ്. ഈ കഴിവിൻ്റെ അവലോകനം എടുത്ത് മാറ്റി നിർത്തി അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും തത്തുല്യമായിട്ടുള്ള മാർക്കുകൾ വീതിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ തത്തുല്യമായിട്ടുള്ള മാർക്കുകൾ വീതിച്ചു കൊടുക്കുമ്പോൾ പഠിക്കുന്ന കുട്ടി വിചാരിക്കും, ഞാൻ എന്തിനാ പഠിക്കുന്നത്, ഇനി പഠിക്കാതെ തന്നെ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടുന്നുണ്ടല്ലോ. പഠിക്കാത്ത കുട്ടി വിചാരിക്കും, ഇനി പഠിക്കണ്ട, അതായത് പഠിക്കാതെ തന്നെ ഞാൻ ജയിച്ചു പോകുന്നുണ്ടല്ലോ എന്ന് പഠിക്കാത്തവൻ വിചാരിക്കും. അപ്പോൾ ഒരു രാജ്യത്ത് ഈ അഴുക്കുമൂട്ട കൂതറ ആശയം കൊണ്ടുവന്ന് ഇടുമ്പോൾ യഥാർത്ഥത്തിൽ ആ രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി അങ്ങ് ബുമ്മെന്ന് പറഞ്ഞ് ഇടിഞ്ഞ് താഴെ പോകും. അങ്ങനെ ബുമ്മെന്ന് പറഞ്ഞ് ഇടിഞ്ഞ് താഴെ പോയി ആ രാജ്യം കുത്തുവാള എടുക്കും. ഒന്നും വേണ്ട, ക്യൂബ ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോഴും അവിടെ മറ്റേ മൊബൈലിൽ ഈ സംഭവം ചുരണ്ടി റീചാർജ് ചെയ്ത് 14 MB 100 രൂപയ്ക്ക് അവരിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അവിടോട്ട് പോയ വ്ളോഗർമാരൊക്കെ പറയുന്നത് നടന്നു പോകുമ്പോൾ നമ്മൾ മുകളിലോട്ടൊന്ന് നോക്കണമെന്ന്. കാരണം എപ്പോഴാണ് ഈ കോൺക്രീറ്റ് പാളികളവി തലയിൽ വീഴുന്നതെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ജാംബവാൻ്റെ കാലത്തെ ബിൽഡിംഗ് ഒക്കെയാണ് അവിടെ പണിത് വെച്ചിരിക്കുന്നത്. നല്ലൊരു വണ്ടി പോലും അവിടെ ഒന്നും കാണാനില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് പോയ മലയാളി വ്ളോഗർമാരെയെല്ലാം ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യന്മാർ അവിടുത്തെ സർക്കാരിനെ വിളിച്ചിട്ട്, നിങ്ങളുടെ നാട്ടിൽ ക്യൂബയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു തെണ്ടി കറങ്ങി നടപ്പുണ്ട്, ഇന്ത്യയിലെ കേരളത്തിൽ നിന്നാണ് അവന്മാർ വന്നിരിക്കുന്നത് എന്നൊക്കെ കുറ്റിവെച്ച ചരിത്രമുണ്ട്. അത് വേറെ. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു രാജ്യത്തിലേക്ക് നുഴഞ്ഞു കയറുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം ആ രാജ്യത്തെ കൾച്ചർ തകർക്കാനാണ് ശ്രമിക്കുന്നത്. എന്താണ് കൾച്ചർ തകർക്കാൻ? അങ്ങനെയുള്ള കുറേ അൾട്രാ ലിബറൽ വാണങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ വിഹരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസം IPL ഭഗവാൻ പരമശിവൻ, അതായത് പരമശിവൻ്റെ ഒരു ഡ്രോൺ ഷോ ഉണ്ട്. അതൊരു ചിത്രം അവിടെ തെളിഞ്ഞു വന്നു. ഉടനെ തന്നെ മതേതരത്വം തകർന്നു, രാജ്യം തകർന്ന് തരിപ്പണമായി, അയ്യോ രാജ്യം മുടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ വലിയ ആട്ടലുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഈ വലിയ ആട്ടലുമായിട്ട് ഇവന്മാർ രംഗത്തെത്തിയപ്പോൾ സോഷ്യൽ മീഡിയയിലെ പിള്ളേർ തന്നെ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അല്ല, അതൊക്കെ ഓക്കെ, ഈ മതേതരത്വം മറ്റത് മറിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ. നമ്മുടെ രാജ്യത്തെ കൾച്ചറാണല്ലോ ഇത്. ഈ വാർ ക്രൈ, അതായത് ഈ സൈന്യത്തിനകത്ത് വാർ ക്രൈ പോലും ജയ് ശ്രീറാം, ജയ് ബജ്രംഗബലി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അത് നമ്മുടെ കൾച്ചറാണ്. ഒരു രാജ്യത്തെ മതേതരമാക്കാൻ വേണ്ടി ആ രാജ്യത്തെ കൾച്ചറിനെ തള്ളിപ്പറയുന്ന ഒരു രാജ്യവും പ്രോസ്പർ ചെയ്യില്ല. എല്ലാം മുടിഞ്ഞ് കുത്തുപാളെ എടുത്ത് മുണ്ടക്കോലെ എടുത്ത് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്ന് ഇവിടെയുള്ള ജെൻസി പിള്ളേർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അകത്ത് കയറി വന്ന് മുടിച്ച് പണ്ടാതെ മടങ്ങിയ പല രാജ്യങ്ങളും അതിന് ഉദാഹരണമാണ് എന്ന് കൃത്യമായി അവർക്കറിയാം. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം പേറുന്ന വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം ഇവർക്ക് അലർജിയാണ്. വന്ദേ മാതരം അലർജിയാണ്, യോഗ അലർജിയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യന്മാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയ വലിയ നേതാക്കന്മാരെല്ലാം ആരും കാണാതെ ഒളിഞ്ഞും തെളിഞ്ഞും തൃച്ചമ്പുഴ അമ്പലത്തിൽ തലയിൽ തോർത്തുമുണ്ടിട്ട് തൊഴാൻ പോകും എന്നുള്ളത് പണ്ട് സന്ദേശത്തിൽ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കാഴ്ചയാണ്. അണികൾ
മുടിഞ്ഞു പോട്ടെ. അതായത് പണക്കാരിൽ നിന്നും പാവപ്പെട്ടവനിലേക്ക് എല്ലാം എടുത്ത് കൊടുക്കണം. കിടില ആശയം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതിൽ മറിഞ്ഞു കിടക്കുന്ന ഒരു ചതി എന്ന് പറയുന്നത്, ഈ പണക്കാരന്മാരില്ലാതായി പാവപ്പെട്ടവർ ഇവിടെ നിരന്തരം ഉണ്ടായാൽ മാത്രമേ ഈ പാർട്ടിക്കും ഈ പാർട്ടിയുടെ തിന്നു മൂത്ത് പുളിശ്ശേരി അടിച്ച് പൂണ വീപ്പിച്ച് കിടക്കുന്ന ഇവിടെയുള്ള യുവന്മാരുടെ നേതാക്കന്മാർക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ED റെയ്ഡിന് വന്നപ്പോൾ പിണറായി വിജയൻ്റെ മോളെ പ്രതിരോധിക്കാനായിട്ട് രംഗത്തിറങ്ങി അകത്തുപോയ സഖാക്കന്മാർ. യുവന്മാർ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചാണ് സഖാക്കന്മാരെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇനി അവന്മാരൊന്നും പുറം ലോകം കാണില്ല എന്നവരറിയുന്നില്ല. ജയിലറ കാട്ടി വിരട്ടണ്ട എന്നൊക്കെയാണ് പറയുന്നത്. എന്തായിരുന്നാലും ജയിലറ കാട്ടി വിരട്ടുന്നില്ല, അതിനകത്ത് ആജീവനാന്തം കിടന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇതിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ രസകരമാണ്. കുറച്ച് നാറിയ ചരിത്രം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അതായത് വന്ദേ ഭാരത് മാത്രമല്ല, നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെ യുവന്മാർ ഷൂ നക്കി എന്ന് വിളിച്ച ചരിത്രം മാത്രമല്ല, ക്വിറ്റ് ഇന്ത്യ സമരത്തെ യുവന്മാർ ഒറ്റിക്കൊടുത്ത ചരിത്രം മാത്രമല്ല, യഥാർത്ഥത്തിൽ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമരത്തിൽ ആരുടെ കൂടെയായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ആരുടെ കൂടെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി? അപ്പോൾ നിങ്ങൾ പറയും ഇന്ത്യയുടെ കൂടെയായിരുന്നു എന്ന്. കാരണം നമ്മളതല്ലേ പഠിച്ചിട്ടുള്ളൂ. അല്ല, ഇവന്മാർ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ അങ്ങനെ ആയിപ്പോയി. ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് ഇന്ത്യയുടെ കാലുവാരിലായിരുന്നു ഇവന്മാരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. ഇനി ഇവന്മാർ ബ്രിട്ടീഷുകാർക്ക് പിന്തുണ കൊടുക്കുന്നതിന് മുമ്പ് ഇവന്മാർ ആർക്കാണ് പിന്തുണ കൊടുത്തിരുന്നതെന്ന് അറിയാമല്ലോ. ഇവന്മാർ BJP എന്താണ് വിളിക്കുന്നത്? ഫാഷിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഇവന്മാർ ബ്രിട്ടീഷുകാർക്ക് മുമ്പേ പിന്തുണ കൊടുത്തിരുന്നത് ജർമ്മനിക്കാണ്. അതായത് ഹിറ്റ്ലർക്കാണ്, നാസി ജർമ്മനിക്കാണ് ഇവന്മാർ പിന്തുണ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുക അങ്ങനെ പിന്തുണ കൊടുക്കാൻ ഒരു സാധ്യതയില്ല. അതെന്തിനാ അവർ പിന്തുണ കൊടുക്കണം? നീ പറയുന്നത് എടാ പന്ന സംഖ്യ വാണമേ, നീ പറയുന്നത് ലോജിക്കലി കറക്റ്റ് അല്ല. നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് എന്തിനാടാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാസി ജർമ്മനിക്ക് പിന്തുണ കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ രാജ്യം ആക്രമിക്കപ്പെടുമ്പോഴോ നമ്മുടെ രാജ്യം ക്രിക്കറ്റിൽ തോൽക്കുമ്പോഴോ പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുന്ന ആൾക്കാർ ഇവിടെ ഇല്ലേ? അതെന്തുകൊണ്ടാണ്? അതവരുടെ ബ്ലഡിൽ അലിഞ്ഞ് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ്, ഇല്ലേ? അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് സ്റ്റാലിൻ, ലെനിൻ, മറ്റേ ആ കുളിക്കാത്ത നനയ്ക്കാത്ത അപ്പൂപ്പ ഉണ്ടല്ലോ, മാർക്സിസ്റ്റ്, അതായത് മാർക്സ്, കോളറൽ മാർക്സ് എന്ന് പറയുന്ന ആ വേട്ടാവളിനെ കൊണ്ടല്ലോ, ജീവിതത്തിൽ ഒരു തൂമ്പ പോലും അവൻ കൈകൊണ്ട് എടുത്തിട്ടില്ല. എന്നിട്ടാണ് അവൻ വലിയ കൊണയടിച്ച് വലിയ പുക്കൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. എന്തായിരുന്നാലും ഈ ജർമ്മനി എന്ന് പറയുന്ന ഈ ഹിറ്റ്ലർ ഉണ്ടല്ലോ, ഈ ഹിറ്റ്ലറും സോവിയറ്റ് യൂണിയനുമായിട്ട് നല്ല ചങ്കുകളായിരുന്നു. പിന്നീട് യുദ്ധത്തിലായി, അത് വേറെ കാര്യം, അതിലോട്ട് ഞാൻ വരാം. അങ്ങനെ ചങ്കുകളായിരുന്ന ഇവർ സോവിയറ്റ് യൂണിയൻ ജർമ്മനിയും ഒന്നായതുകൊണ്ട് തന്നെ നമ്മുടെ തന്തയുടെ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. റഷ്യ, സോവിയറ്റ് യൂണിയൻ. ആ സോവിയറ്റ് യൂണിയൻ അല്ലേ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈറ്റില്ലം. ഇന്നും നമ്മളെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന്മാർ അവിടെ ചെന്ന് ലെനിൻ്റെ പ്രതിമയ്ക്ക് മുമ്പേ വടി വിഴുങ്ങിയതുപോലെ ദിങ്ങനെ നിൽക്കുന്ന കാഴ്ച നമ്മളൊക്കെ കാണാറില്ലേ? അപ്പോൾ ആ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒറ്റക്കെട്ടായിരുന്നു. ഇവർ ബ്രിട്ടനെതിരുമായിരുന്നു. അങ്ങനെ ബ്രിട്ടനെതിരായതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒന്നായി നിന്നതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ ജർമ്മനിയുടെ കൂടെ ഒന്നിച്ച് നിൽക്കുന്നു. ഞങ്ങൾ സോവിയറ്റ് യൂണിയൻ പറയുന്നതേ കേൾക്കൂ, കാരണം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ അന്ന് ജർമ്മനിക്ക് പിന്തുണ കൊടുത്തു. പിന്നീട് ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു. സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചപ്പോൾ ഇവന്മാരെന്ത് പറഞ്ഞു? ഞങ്ങളുടെ രാജ്യത്തിനെ ഞങ്ങളുടെ തന്തയെ ആക്രമിക്കുന്നടാ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ജർമ്മനിക്കെതിരായിട്ടുള്ള ബ്രിട്ടന് ഇവന്മാർ സപ്പോർട്ട് കൊടുത്തു. അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? ബ്രിട്ടനാണ്. അന്ന് നമ്മുടെ രാജ്യം, അതായത് നമ്മുടെ നാട്, അന്ന് ഇന്ത്യയില്ല, ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടൻ. അങ്ങനെ ഇവന്മാർ ബ്രിട്ടന് എന്ത് ചെയ്തു? സപ്പോർട്ട് കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ ബ്രിട്ടൻ യുവമാരുടെ നിരോധനമൊക്കെ നൈസായിട്ട് നീക്കി കൊടുക്കുന്നത്. അങ്ങനെ യുവമാർക്കൊരു പത്രമൊക്കെ ബ്രിട്ടൻ അടിച്ചിറക്കാനുള്ള ഒരു അനുമതി കൊടുത്തു. ആ പത്രത്തിൻ്റെ പേരാണ് ദേശാഭിമാനി. അതാണ് ഇന്നും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഇതൊക്കെ ചരിത്രമാണ്. എടാ സുഡാപ്പി, നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ പിന്നെ മറ്റേ ചന്ദ്രനെ പിളർത്തി എന്നുള്ളത് വിശ്വസിച്ചിരിക്കുന്ന ടീമാണ്. അതുകൊണ്ട് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ പറയുന്ന സമയം കൊണ്ട് 2 വാഴയ്ക്ക് തടവെടുത്ത് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് കൊലയെങ്കിലും തിന്നാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത്. അങ്ങനെ ബ്രിട്ടന് പിന്തുണ കൊടുത്ത് ഇവിടെ കിടന്ന് ബ്രിട്ടൻ്റെ ഷൂ നക്കിയിട്ട് ഇവന്മാരിപ്പോൾ പറയുന്നത് എന്താണ്? ഷൂ നക്കിയത് BJPക്കാരാണെന്നാണ് ഇവന്മാർ പറയുന്നത്. ആ ചരിത്രം, ഈ നാറിയ ചരിത്രം, ഇനി ഇതല്ല, ഇതിൻ്റെ അപ്പുറം ചരിത്രങ്ങളുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. മഹാത്മാഗാന്ധിയെ കൊന്ന ഹിന്ദു മഹാസഭയെ ഇവന്മാർ പിന്തുണച്ച ചരിത്രം വേറെയുണ്ട്. എന്നിട്ട് ഇവന്മാർ പറയുന്നത് എന്താണ്? RSS ആണ് മഹാത്മാഗാന്ധിയെ കൊന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങളുടെ ഒരു പ്രഹേളിക തന്നെ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും അറിയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗതി എന്ന് പറയുന്നത്, ചരിത്രം എന്ന് പറയുന്നത്, വഴി എന്ന് പറയുന്നത്. ഇവന്മാർ ഇപ്പോഴാണ് ഒന്നടങ്ങിയത്, മൊത്തത്തിൽ ഒന്നടങ്ങി. സോഷ്യൽ മീഡിയയൊക്കെ വന്നു. സോഷ്യൽ മീഡിയ വഴി ആൾക്കാർക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ, അതായത് മറച്ചു വെച്ചത് ഒളിച്ചു വെച്ചതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള ത്വരയുണ്ടെങ്കിൽ എടുത്തിട്ട്
അലക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒന്ന് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ആ ആൾക്കാരാണ് ഇപ്പം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആൾക്കാരെയാണ് ഇന്ന് വി മുരളീധരൻ സഭയിൽ പഞ്ഞിക്കിട്ടത്. അപ്പോൾ 30 വേണ്ട, 30ൻ്റെ പവറുള്ള 3 മതി എന്നുള്ളത് കൃത്യമായി BJP വീണ്ടും അവിടെ തെളിയിച്ചിരിക്കുകയാണ്.